മെഡിറ്ററേനിയൻ കടലിൻ്റെ തെക്ക് ഭാഗത്ത് ഈജിപ്തിനും ടുണീഷ്യക്കും അടുത്താണ് ലിബിയയുടെ സ്ഥാനം. 97% മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു അറബ് രാഷ്ട്രമാണ് ലിബിയ. 70 ലക്ഷം ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു. പണ്ട് സ്പാനിഷ് രാജാക്കന്മാരും തുർക്കിയിലെ ഓട്ടോമാൻ ഭരണാധികാരികളും ഇറ്റലിക്കാരും ലിബിയ ഭരിച്ചിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ലിബിയയുടെ ഭരണം പകുതി ബ്രിട്ടീഷുകാരുടെ കയ്യിലും പകുതി ഫ്രഞ്ചുകാരുടെ കയ്യിലുമായിരുന്നു. 60 വർഷം മുമ്പ് കേണൽ മുഅമ്മർ ഗദ്ദാഫി ലിബിയയുടെ ഭരണം പിടിച്ചെടുക്കുകയും ഒരു റിപ്പബ്ലിക് സ്ഥാപിക്കുകയും ചെയ്തു. ഏകാധിപതിയായിരുന്ന കേണൽ ഗദ്ദാഫി ലിബിയക്കാർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു നേതാവായിരുന്നു. ഇറ്റാലിയൻ ഭരണം അവശേഷിച്ചുവെങ്കിലും 12,000-ഓളം ഇറ്റലിക്കാർ സ്ഥിരമായി ലിബിയയിൽ സെറ്റിൽ ചെയ്തിരുന്നു. രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും അവർക്ക് ഉയർന്ന സ്വാധീനമുണ്ടായിരുന്നു. കേണൽ ഗദ്ദാഫി ഈ ഇറ്റലിക്കാരെ മുഴുവൻ പുറത്താക്കുകയും അവരുടെ സമ്പത്ത് പിടിച്ചെടുക്കുകയും ചെയ്തു. എല്ലാ വർഷവും ആ ദിവസം പ്രതികാരത്തിൻ്റെ ദിവസമായി ആഘോഷിക്കുവാനും അദ്ദേഹം ജനങ്ങളെ ആഹ്വാനം ചെയ്തു. ലിബിയ ഒരു സമ്പന്ന രാജ്യമാകുവാൻ കാരണം രാജ്യത്തിനകത്തുള്ള ആഭ്യന്തര കലാപങ്ങളും ഗ്രൂപ്പ് യുദ്ധങ്ങളും അവസാനിപ്പിക്കുവാൻ കേണൽ ഗദ്ദാഫി എടുത്ത ഇനീഷ്യേറ്റീവുകളാണ്. ജനങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും രഹസ്യമായി നിരീക്ഷിക്കുന്ന ഗദ്ദാഫിയുടെ റവല്യൂഷണറി കമ്മിറ്റികൾ രാജ്യത്ത് ഏകാധിപത്യ ഭരണവും സ്ഥിരതയും ഉറപ്പുവരുത്തി. 13 വർഷം മുമ്പ് നടന്ന ലിബിയൻ സിവിൽ വാറിൽ അദ്ദേഹത്തെ പുറത്താക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ലിബിയ 2 വ്യത്യസ്തമായ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളാണ് ഭരിച്ചിരുന്നത്. അതുകൊണ്ട് വീണ്ടും ഒരു ആഭ്യന്തര യുദ്ധം ലിബിയയിൽ നടക്കുകയുണ്ടായി. ഇസ്ലാമിസ്റ്റുകൾ ബെൻഗാസിയിലെ അമേരിക്കൻ കോൺസുലേറ്റ് ആക്രമിക്കുകയും അമേരിക്കൻ അംബാസിഡറെ കൊലപ്പെടുത്തുക പോലും ചെയ്തു. എങ്കിലും 3 വർഷം മുമ്പ് ഒരു വെടിനിർത്തൽ ഉണ്ടാവുകയും ഏകീകൃതമായൊരു ഭരണത്തിലേക്ക് ലിബിയ തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ് ലിബിയ. രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ പകുതിയും പെട്രോളിയത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. കയറ്റുമതിയിൽ 97% പെട്രോളിയം തന്നെയാണ്. അതിനു പുറമെ ധാരാളം പ്രകൃതിവാതകവും ജിപ്സവും ലിബിയയിലുണ്ട്. പെട്രോളിയത്തിൽ നിന്നുള്ള വരുമാനം ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്ത് കേണൽ ഗദ്ദാഫി ഒരു വീരനായകനായി മാറി. എങ്കിലും ഇപ്പോൾ അത്രയും ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുവാൻ പുതിയ ഗവൺമെൻറ്റുകൾക്ക് സാധിക്കുന്നില്ല. കാർഷിക മേഖല പൂർണ്ണമായി അവഗണിച്ചതും 90% ഭക്ഷ്യവിഭവങ്ങളും ഇറക്കുമതി ചെയ്യുന്നതും ലിബിയക്ക് ഒരു ചാലഞ്ചായി മാറിയിട്ടുണ്ട്. ലിബിയ മാപ്പിൽ നോക്കുമ്പോൾ വലിയൊരു രാജ്യമാണെങ്കിലും കൂടുതൽ ആളുകളും താമസിക്കുന്നത് വടക്ക് ഭാഗത്തുള്ള മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്താണ്. 90% ജനങ്ങളും നഗരവാസികളാണ്. ട്രിപ്പോളി, ബെൻഗാസി, മിസ്രാറ്റ തുടങ്ങിയ വലിയ നഗരങ്ങളിലാണ് ഭൂരിഭാഗം ജനങ്ങളും താമസിക്കുന്നത്. ലിബിയയുടെ തലസ്ഥാനമായ ട്രിപ്പോളി വലിയൊരു തുറമുഖവും വാണിജ്യ കേന്ദ്രവുമാണ്. 16 ലക്ഷം ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതികൾ ഒരാളായിരുന്നു കേണൽ മുഅമ്മർ ഗദ്ദാഫി. ഈജിപ്തിൻ്റെ രാഷ്ട്രപതി അബ്ദുൽ നാസറിൻ്റെ ശൈലിയിലുള്ള ഒരു നേതൃത്വമാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. സ്വയം ഒരു ബുദ്ധിജീവിയായി അവതരിപ്പിക്കുവാൻ കേണൽ ഗദ്ദാഫി എപ്പോഴും ശ്രമിച്ചിരുന്നു. കാഴ്ചയിൽ വളരെ വിരൂപനായിരുന്നുവെങ്കിലും വളരെ ഫാഷനബിളായി വസ്ത്രം ധരിക്കുവാൻ ഗദ്ദാഫി എപ്പോഴും ശ്രദ്ധിച്ചു. ഞാനൊരു ഷർട്ട് ധരിച്ചാൽ അത് ഫാഷനബിളായി മാറുന്നുവെന്ന് ഗദ്ദാഫി പറയുമായിരുന്നു. പാശ്ചാത്യ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുകയും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അംബാസിഡർമാരെ പരസ്യമായി ഇൻസൾട്ട് ചെയ്യുകയും വഴി കേണൽ ഗദ്ദാഫി ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്ന ഒരു ദേശീയവാദിയായി മാറി. പാരീസ്, ലണ്ടൻ തുടങ്ങിയ നഗരങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ബതുക്കളുടെ ശൈലിയിൽ ടെന്റ് കെട്ടി മാത്രം താമസിക്കുന്ന പതിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇത്തരം ടെന്റുകളിൽ ബുള്ളറ്റ് പ്രൂഫ് സംവിധാനവും എയർ കണ്ടീഷനിങ്ങും ഏർപ്പാടാക്കിയിരുന്നു. അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന വനിതാ പത്രപ്രതിനിധികളോട് മോശമായി പെരുമാറുകയും ലൈംഗികമായ അഡ്വാൻസുകൾ നടത്തുകയും ചെയ്യുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. തൻ്റെ സെക്യൂരിറ്റിക്കായി കന്യകമാർ മാത്രം ഉൾപ്പെടുന്ന ഒരു ആമസോണിയൻ ഗാർഡും അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊട്ടാരത്തിൽ വർഷങ്ങളോളം തടവിലിടുകയും ലൈംഗിക അടിമകളാക്കുകയും ചെയ്യുന്ന സ്വഭാവം കേണൽ ഗദ്ദാഫിക്കുണ്ടായിരുന്നുവെന്ന് ഫ്രഞ്ച് പത്രപ്രവർത്തകയായ ആനിക് കോജൻ എഴുതിയ പുസ്തകത്തിൽ എടുത്തു കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പരിചരിക്കാൻ വേണ്ടി ഉക്രൈനിൽ നിന്നുള്ള നഴ്സുമാരെ നിയോഗിക്കുകയും അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഗദ്ദാഫിയുടെ മക്കളൊക്കെ രാജ്യത്തിന്റെ സമ്പത്ത് ദൂർത്തടിച്ച് സുഖലോലുപരായി ജീവിക്കുകയും ഗദ്ദാഫിക്കെതിരായ ഒരു ജനവികാരം സൃഷ്ടിക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും അദ്ദേഹത്തിന്റെ വലിയ ഫോട്ടോകളും പോസ്റ്ററുകളും പതിവായി പ്രദർശിപ്പിച്ചിരുന്നു.
പള്ളികളിലും സർക്കാർ ഓഫീസുകളിലും തപാൽ സ്റ്റാമ്പുകളിലും സ്കൂൾ ബാഗുകളിൽ പോലും ഗദ്ദാഫിയുടെ ഫോട്ടോകൾ ഉൾപ്പെടുത്തുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. എങ്കിലും ഗദ്ദാഫിയുടെ അസാന്നിധ്യം ലിബിയയുടെ ഐക്യവും അഖണ്ഡതയും നശിപ്പിച്ചുവെന്നും അദ്ദേഹത്തിന് ഈ രാജ്യത്തെ ഒന്നിച്ചു നിർത്തുവാൻ സാധിച്ചിരുന്നുവെന്നും ഇപ്പോൾ പാശ്ചാത്യ ലോകം വിലയിരുത്താൻ തുടങ്ങിയിട്ടുണ്ട്.